ഇത് കാണുമ്പേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സമരപ്പന്തലാണെന്നോ, അതോ പൂരത്തിനടിയാണെന്നോ, പപ്പടം കിട്ടാണ്ട് കല്യാണത്തിനടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ എന്ന മാതിരിയാണെന്നോ? കേട്ടോ, ഇത് കൊളത്തൂർ ഭാഗത്തുണ്ടായൊരു സംഭവമാണ് അത്രേ. ഇത് സംഭവം പെണ്ണ് വീട്ടിലേക്ക് ചെക്കന്മാർ വരികയാണ്, പടക്കം പൊട്ടിക്കണം. പെണ്ണ് വീട്ടുകാർ പറഞ്ഞു പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്ന്. ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്കൻ്റെ കൂടെ വന്ന ചില ആളുകൾ അവിടെ നിന്ന് പെണ്ണ് വീട്ടിലെ ചില ആളുകൾ അടിക്കുന്ന രംഗാണ് ഈ കണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിൻ്റെ ഓരോ മഹല്ലുകളും അതുപോലെ തന്നെ കുടുംബങ്ങളും വരനും വധുവും വധുവിൻ്റെ വാപ്പയും ഒക്കെ തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വിവാഹവും നാറിക്കൊണ്ടിരിക്കും. ഈ ഒരു സംഭവം കാണുമ്പോൾ വളരെ സങ്കടമാണ് നമുക്ക് തോന്നുന്നത്. ഒരു വിവാഹം, ഒരു നിക്കാഹ് എന്ന് പറയുന്ന കാര്യക്ക് എന്താണ്? ഒരു ജീവിതത്തിൻ്റെ തുടക്കമല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്തായ അമലല്ലേ, ഇബാദത്തല്ലേ നിക്കാഹ്, വിവാഹം എന്നൊക്കെ പറയുന്നത്. ഇത് ഇന്നുള്ളൊരു പരിപാടിയല്ലല്ലോ. ഇന്ന് നമുക്ക് ഇന്നത്തോട് കൂടി തീർന്നു എന്നതല്ലല്ലോ നമ്മുടെ വിവാഹം. വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ്. ഇതുവരെയുള്ള ജീവിതം പോലെയല്ല. വിവാഹത്തോടു കൂടെ വലിയൊരു ജീവിതത്തിലേക്ക്, ഒരു നന്മയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കാൻ. അതാണ് ഇങ്ങനെ പേക്കൂത്തുകൾ കാണിച്ചിട്ട് നമ്മുടെ സമൂഹം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്ക്, നമ്മളൊന്ന് മനസ്സിലാക്ക് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇന്ന് ആ പെണ്ണ് വീട്ടുകാർക്ക്, ആ ചെറുക്കന്, മറ്റുള്ളവർക്ക് ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ സ്വന്തം നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. പെണ്ണിൻ്റെ വാപ്പയ്ക്ക് രണ്ട് കുടുംബങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇതൊരു കാരണമായി എന്നാണ്. നമ്മൾ എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവരുടെ ജീവിതം വന്ന് ഒരു സുന്ദരമാക്കാനല്ലേ നോക്കേണ്ടത്. നിക്കാഹിൻ്റെ മഹത്വം നിങ്ങളൊന്ന് പഠിക്കുക. അത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രതയോടുകൂടി നമ്മോട് ചെയ്യാൻ പറഞ്ഞതാണ്. പെണ്ണിൻ്റെ വാപ്പ വരൻ്റെ കയ്യിലേക്ക് സ്നേഹത്തോടു കൂടെ എൻ്റെ മകൾ നോക്കണട്ടോ എന്ന് പറഞ്ഞ് പിടിച്ചു കൊടുക്കുമ്പോൾ നൂറുകണക്കിന് പ്രതീക്ഷകളാണ് ആ വാപ്പയ്ക്ക് മനസ്സിനകത്തുള്ളത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, അവിടെ നടക്കുന്നത് നമ്മൾ പേക്കൂത്തുകൾ കാണിക്കാനുള്ളതല്ല, വാശികളും വൈരാഗ്യങ്ങളും തീർക്കാനുള്ളതല്ല. ഇവിടെ നടക്കേണ്ടത് ഒരു പവിത്രമായതാണ്, പവിത്രമായ പുണ്യമായ കർമ്മമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. ഹൈന്ദവ സഹോദരന്മാരുടെ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രൈസ്തവ സഹോദരന്മാരുടെ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര മനോഹരമായിട്ടാണ് അവരുടെ വിവാഹങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഏതാണോ അവരുടെ ആരാധനാലയം, അവിടെ വെച്ച് വളരെ മനോഹരമായിട്ട് ചൊല്ലേണ്ട കാര്യങ്ങൾ ചൊല്ലി ആത്മാർത്ഥമായിട്ട് വധുവും വരനും കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, നടന്നു പോകുന്ന, പുഞ്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എത്ര മനോഹരമാണ്. നമ്മുടെ വിവാഹങ്ങൾ അങ്ങനെയാണോ ഇന്ന് നടക്കുന്നത്? നമ്മുടെ വിവാഹങ്ങൾ അതുപോലെയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതുപോലൊക്കെയാണ് നമ്മുടെയൊക്കെ വിവാഹം കാണുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മാനം കാണാതിരിക്കാം. ഇതിന് ആര് തീരുമാനമെടുക്കണം? നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1 വർഷം മുമ്പാണ്, ഇതുപോലത്തെ ഒരു സംഭവം നടന്നപ്പോൾ ആ ചെറുക്കന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു മാറി നിന്ന വധുവുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അവൻ്റെ കൂട്ടാളികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അവരിതുപോലെ ചെയ്തിട്ടുണ്ടാകും മറ്റുള്ളവരുടെ വിവാഹത്തിന് പോയിട്ട്. അപ്പോൾ അവൻ്റെ വിവാഹത്തിന് മറ്റുള്ളവർ വന്നിട്ട് പണി കൊടുക്കുന്ന സംഭവമാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മുടെ മഹല്ല് കമ്മിറ്റിയും ഒരു നിശ്ചയം എന്ന് പറയുന്ന ഒരു തീരുമാനം, ഖത്തീബന്മാരായാലും ഒക്കെ നമ്മൾ എടുക്കേണ്ട തീരുമാനം നിശ്ചയമാകുമ്പോൾ ഇതാണ്: ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം പറ്റില്ല, ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല ഇത് എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള ഉസ്താദും മഹല്ല് ഭാരവാഹികളും വാപ്പയും പെണ്ണും വരനും ഒക്കെയാണ് നമുക്ക് ആവശ്യം. അങ്ങനത്തെ കാലത്തെ ഇനി ഇതൊക്കെ അങ്ങനെയൊക്കെ നമുക്കിത് നിർത്താൻ കഴിയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ മക്കളുടെ ഭാവി നല്ല രൂപത്തിലാക്കേണ്ടത് നമ്മളാണ്. അത് പടക്കം പൊട്ടിച്ചിട്ടും ഉള്ളാക്കിട്ടിട്ടും JCBയിൽ കൊടുന്നിട്ടും ചളിയിലേക്ക് കൊന്നിട്ടിട്ടും ചേറ് വാരി എറിഞ്ഞിട്ടും
ഒക്കെ നമ്മൾ തുടങ്ങി വെച്ച നമ്മുടെ മക്കളുടെ ഭാവിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനത്തെ മക്കളാണ് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവിടെ ചേറാണ്, ചളിയാണ്, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് തന്നെ കടന്നു വരുന്നത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ, ബോധം അള്ളാഹു തആല കൊടുക്കട്ടെ.